ആദ്യ ക്രൈസ്തവ സമൂഹം. പത്രോസിന്റെ വാക്കുകൾ കേട്ട് ജനക്കൂട്ടം ഹൃദയം നുറുങ്ങി അപ്പസ്തോലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അവന്റെ വചനം കേട്ട് അനേകർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോടൊപ്പം ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. വിശ്വസിച്ചവരെല്ലാം ഒരു സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഉടൻ തന്നെ സുഖപ്പെടുത്തുന്നു. പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ദേവാലയ വാതിൽക്കലെത്തിയപ്പോൾ മുടന്തനായിരുന്ന ഒരാൾ അവരോട് ഭിക്ഷ യാചിച്ചു. ഇത് കണ്ട പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത്തു കൈക്ക് പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ സൗഖ്യമായി. അവൻ അവരോടൊപ്പം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. അനനിയാസും സഫീറയും. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അവർ തങ്ങളുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് ആ പണം അത്രയും അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. എന്നാൽ അനനിയാസും ഭാര്യ സഫീറയുമാകട്ടെ തങ്ങളുടെ പറമ്പ് വിറ്റതിന്റെ ഒരു ഭാഗം രഹസ്യമായി മാറ്റിവെച്ചിട്ട് ബാക്കി അപ്പസ്തോലന്മാർക്ക് നൽകി. പത്രോസ് ചോദിച്ചു, അനനിയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ആ വാക്ക് കേട്ടയുടൻ അനനിയാസ് മരിച്ചു വീണു. കുറെ കഴിഞ്ഞ് അവന്റെ ഭാര്യ സഫീറയും അവിടെ എത്തി. പത്രോസ് ചോദിച്ചു, ആ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത്? അവർ പറഞ്ഞു, അതെ, ഈ തുകയ്ക്കു തന്നെ. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്ത്? ഇതാ, നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്ത് കേൾക്കാം. അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവളും മരിച്ചു വീണു. അവരവളെ എടുത്തുകൊണ്ടുപോയി കർത്താവിന് സമീപം സംസ്കരിച്ചു. ഇതറിഞ്ഞ് എല്ലാവരിലും വലിയ ഭയമുണ്ടായി. സാവൂളിന്റെ മാനസാന്തരം. കർത്താവിന്റെ സഭയെ പീഡിപ്പിക്കുന്നതിൽ അത്യുത്സാഹം കാണിച്ചിരുന്നവനായിരുന്നു സാവൂൾ. ക്രിസ്തുമാർഗം സ്വീകരിച്ചവരെ കണ്ടെത്തി ദ്രോഹിക്കുകയും തടവിലാക്കുകയുമായിരുന്നു അവന്റെ ജോലി. ഒരിക്കൽ സാവൂൾ ദമസ്കസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആകാശത്തു നിന്നും ഒരു മിന്നൊളിയേറ്റ് അവൻ നിലം പതിച്ചു. അവൻ ഇങ്ങനെ ഒരു സ്വരം കേട്ടു, സാവൂൾ, സാവൂൾ, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. സാവൂൾ നിലത്തു നിന്ന് എഴുന്നേറ്റു. എന്നാൽ അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. കൂടെ ഉണ്ടായിരുന്നവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കസിലേക്ക് കൊണ്ടുപോയി.